ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റ. കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടു. അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ലൈബ്രറിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. സംഭാഷണത്തിന് ശേഷം പതിവ് പോലെ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. തലമുറകൾ തമ്മിലുള്ള സംഭാഷണം എന്നെഴുതിയ വെങ്കല ശില്പവും പാപ്പയുടെ രേഖകളുടെ വാല്യങ്ങളും 2024 ലോക സമാധാന ദിനത്തിനായുള്ള സന്ദേശവും പാപ്പ പ്രധാനമന്ത്രിക്ക് നൽകി. ഗ്വാഡലൂപ്പയിലെ ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണ തിരുനാളിനോടനുബന്ധിച്ച് അമേരിക്കൻ ഭരണസിര കേന്ദ്രമായ US ക്യാപിറ്റോൾ മന്ദിരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് അമേരിക്കൻ മെത്രാൻ സമിതി പ്രസിഡന്റും US മിലിറ്ററി സർവീസ് അതിരൂപതയുടെ തലവനുമായ മെത്രാപോലിത്ത തിമോത്തി ബ്രോഗ്ലിയോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂജേഴ്സി പ്രതിനിധി ക്രിസ് സ്മിത്ത് ഉൾപ്പെടെ US കോൺഗ്രസിലെ കത്തോലിക്ക അംഗങ്ങളും ജീവനക്കാരും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണവും അവകാശവും ഉറപ്പാക്കണമെന്ന് പ്രഖ്യാപിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ലെയ്റ്റി കൗൺസിൽ 18 ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അന്ന് ന്യൂനപക്ഷ അവകാശ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് CBCI ലെയ്റ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ VC സെബാസ്റ്റ്യൻ പറഞ്ഞു. CBCIയുടെ രാജ്യത്തെ 14 റീജിയണൽ കൗൺസിലുകളുടെയും വിവിധ കത്തോലിക്ക അൽമായ സംഘടനകളുടെയും ഇതര ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ന്യൂനപക്ഷ അവകാശ ദിനാചരണം. ബുർക്കിന ഫാസോയിലെ തീവ്രവാദ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വൈദികരെക്കാൾ കൂടുതൽ മതബോധന പരിശീലകരെയാണെന്ന് കായ രൂപതയിലെ മതബോധന പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ എഡ്ഗാർഡ് ഔഗോ. വൈദികരുടെ അഭാവത്തിൽ ഞായറാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതും മതബോധനം പഠിപ്പിക്കുന്നതും ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ മതബോധന പരിശീലകരാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ബുർക്കിന ഫാസോയിൽ 2015 ഭീകരാക്രമണങ്ങൾ ആരംഭിച്ചത്. ജൂബിലി വർഷമായ 2025 ഫ്രാൻസിസ് പാപ്പയുടെ ലോക സമാധാന ദിന സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ എന്നതാണ് ഈ ദിനാചരണത്തിന്റെ വിചിന്തന പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ വർഷവും ദൈവമാതാവിന്റെ തിരുനാൾ ദിനമായ ജനുവരി 1 ആഗോള കത്തോലിക്ക സഭ ലോക സമാധാന ദിനമായി ആചരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ലോക സമാധാന സന്ദേശം ഡിസംബർ 2 വത്തിക്കാനിലെ പ്രസ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രകാശിതമായി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.